ഹലോ, നമ്മളോട് കമൻറ്റ് ബോക്സിൽ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വെക്കേഷൻ സ്റ്റഡി ബ്ലോഗ് ചെയ്യുമോ എന്നുള്ളത്. ആക്ച്വലി വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ക്ലാസ് ഇല്ലാത്തൊരു ഡേ ആണ്, അപ്പോൾ ഇന്നൊരു പ്രൊഡക്റ്റീവ് ഡേ ആക്കി മാറ്റണം എന്നുണ്ട്. അപ്പോൾ കുറച്ച് വീഡിയോസ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്കും എന്തൊക്കെയോ ചെയ്തു എന്നുള്ള ആ ഒരു ഇത് കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു സ്റ്റഡി ബ്ലോഗ് എടുക്കാമെന്നുള്ളത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. എന്നിട്ട് നേരെ നമ്മൾ ഈ ഒരു ടേബിൾ ക്ലീൻ ചെയ്യാനാണ് ഇരുന്നത്. അപ്പോൾ അത്യാവശ്യം വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. വേണ്ടാത്തതെന്നല്ല, ഒക്കെ അത്യാവശ്യം വേണ്ടതാണ്, പക്ഷെ അത് നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രി കുറച്ച് പ്രൊജക്റ്റിൻ്റെ വർക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ലാപ്പ് ഞാൻ അങ്ങനെ വെച്ചിട്ടാണ് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. ലാപ്പൊന്ന് ഞാൻ തിരിച്ച് ബാഗിലൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു സ്റ്റഡി ടേബിൾ. അപ്പോൾ തന്നെ നമുക്കൊരു മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്ത പോലെ ആവില്ലേ, ഒരു പോസിറ്റീവ് മൈൻഡൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം ഒക്കെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി എനിക്ക് അടുത്ത വീക്ക് മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്ലാസ് തുടങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ ഒന്നും ഓർമ്മയില്ല. ഏതൊക്കെ മൊഡ്യൂൾസ് എത്തിയെന്നൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, ഏതൊക്കെ മൊഡ്യൂൾസ് പഠിക്കാനുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. കൺഫർമേഷൻ വന്നിട്ടില്ല എക്സാമിൻ്റെ ഡേറ്റ് അടുത്ത വീക്കാണെന്നുള്ളത്. പക്ഷേ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് അടുത്തൊരു വീക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്തൊരു വീക്കിൽ കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളും വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ബിസിയാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, പതുക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം എല്ലാ തിയറി പേപ്പേഴ്സാണ് ഈ പ്രാവശ്യം, ഒന്നുമില്ല പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളത്, ഒക്കെ തിയറി ആയതുകൊണ്ട് എനിക്കാണെങ്കിൽ തിയറി ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും പഠിച്ചിപ്പോൾ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുമ്പേ ഞങ്ങൾക്ക് ഇവിടെ ചൂടുവെള്ളം കിട്ടില്ല. അപ്പോൾ ഞാൻ ഫിൽറ്ററിന്ന് കോൾഡ് വാട്ടർ എടുത്തിട്ട് അത് ചൂടാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് ഞാനൊരു സാനിറ്റൈസർ സ്പ്രേ ചെയ്തിട്ട് അവിടെയൊക്കെ ഒന്ന് കുറച്ച് പൊടി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എപ്പോഴും ചൂടുവെള്ളമാണ് ഇപ്പോൾ കുടിക്കുന്നത്. അപ്പോൾ കുറച്ച് ഇപ്പോൾ ഈ വിൻ്റർ സീസണൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തൊണ്ടയ്ക്കൊരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. ഈ ഒരു കെറ്റിൽ ഇങ്ങനെ ചൂടാക്കി വെക്കും. അപ്പോൾ വേണ്ടപ്പെടുത്ത് ഞങ്ങൾ കുടിക്കാതാണ് പതിവ് കേട്ടോ. അപ്പോൾ ഈ മാർച്ച് മന്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, മാർച്ച് ഏപ്രിൽ മന്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സാമിൻ്റെ ഒരു മന്താണല്ലോ, എക്സാംസിലുള്ള ഒരു മന്താണ് ഈ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്നൊക്കെ പറയണത്. അപ്പോൾ നിങ്ങളിതുവരെ പഠിച്ച് തുടങ്ങാത്തവരാണെന്നുണ്ടെങ്കിൽ പഠിക്കുക കേട്ടോ. പഠിച്ചു തുടങ്ങുക, പതുക്കെ എന്തായാലും തുടങ്ങുക. ഒറ്റയടിക്ക് എന്തായാലും നമുക്ക് തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ പതുക്കെ തുടങ്ങുക. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, എനിക്ക് പഠിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഫ്ലാസ്കിൽ മാറ്റി വയ്ക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇന്ന് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ടു ഡു ലിസ്റ്റായിട്ട് എഴുതി വെക്കുകയാണ്. നിങ്ങൾക്കറിയാതെ എൻ്റെ ന്യൂ ഇയറിൻ്റെ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്ലാനറാണ്. അപ്പം അതിൽ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുകയാണ്, എന്തൊക്കെയാണ് ഇന്ന് ചെയ്യാനുള്ളതെന്നുള്ളത്. അങ്ങനെ എഴുതി വെച്ച് ലാസ്റ്റ് നമ്മളത് ടിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതാണിത് എന്നെ എഴുതാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. പിന്നെ ഇതിൽ എഴുതി വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതിയിട്ട് ഞാൻ ലാപ്പ് തുറന്നിട്ട് കുറച്ച് നേരം ഈ ഒരു ഗെയിം കളിച്ചു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയണേ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഗെയിം ഒന്ന് കളിച്ചതിന് ശേഷം ഞാൻ പഠിക്കാനിരുന്നു. എൻ്റെ ലാപ്പിലെ ടൈം നോക്കണ്ട കേട്ടോ, ലാപ്പിലെ ടൈം തെറ്റാണ്, അത് ഞാൻ ഇപ്പോഴാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കണ്ട. അതിന് ശേഷം ഞാനൊരു പുതിയ ലൈറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പുറത്ത് പോയപ്പോൾ ഒരു കടയിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നി. നല്ല എന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാൻ മാത്രമല്ല, സ്റ്റഡി ലാമ്പ് മാത്രമല്ല, നമുക്ക് എമർജൻസി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത്രയും ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. അതിന് നമുക്ക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടി കുറച്ച് അങ്ങനത്തെ 2-3 ബട്ടൺസ് ഉണ്ട്. താഴെ ഒരു ബൾബും അതുപോലെ മുകളിലൊരു ബൾബുമാണ് ഉള്ളത് കേട്ടോ. അടിപൊളി ലാമ്പാണ്, ഭയങ്കര എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ലൈറ്റും ആണ് കേട്ടോ. അപ്പോൾ കറണ്ടൊക്കെ പോകുന്ന ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഹോസ്റ്റലിലായതുകൊണ്ട് എപ്പോഴും കറണ്ട് പോകുന്നൊരു ഇതുണ്ട്. അപ്പം ഞങ്ങളിത് വെച്ചിട്ടാണ് മിക്ക ടൈമിലും ഇരിക്കാറ്. അത്യാവശ്യം ആ റൂം മൊത്തം നമുക്ക് ആ ഒരു ലൈറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ
ഫുഡ് കഴിച്ചു. ഇന്ന് ഞങ്ങൾക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം എഡിറ്റിങ്ങിലോട്ട് ഇരുന്നു. എഡിറ്റിങ് ഒരു 2 മണി വരെയൊക്കെ എഡിറ്റിങ് ചെയ്തതിന് ശേഷം വീണ്ടും പഠിക്കാനിരുന്നു. അപ്പോൾ ഞാൻ ഇനി എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നൊക്കെ നോക്കുകയാണ്. ഏതൊക്കെ മൊഡ്യൂളാണ് ഉള്ളത്, ഏതൊക്കെ മൊഡ്യൂളാണ് സിമ്പിൾ എന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എക്സാമിന് ആദ്യത്തെ 2 മൊഡ്യൂളുള്ളൂ. ക്ലാസ് ടെസ്റ്റ് അല്ല, സീരീസ് എക്സാം പോലെയാണ്. അപ്പോൾ ആദ്യത്തെ 2 ഇതേ ഉള്ളൂ, മൊഡ്യൂളുള്ളൂ. അപ്പോൾ ആ ഒരു 2 മൊഡ്യൂൾ എങ്ങനെയെന്നൊക്കെ നോക്കുകയാണ്. ഇത് ഞാൻ ലെക്ചർ നോട്ട് എഴുതിയതാണ്. സാർ ഞങ്ങളെ കൊണ്ട് ലെക്ചറിലോട്ട് എഴുതിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൽ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതും അത്യാവശ്യം വലിയ ചാപ്റ്റേഴ്സാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ ലെക്ചർ നോട്ട് അവിടെ തന്നെ വെച്ചിട്ട് ഒരു A4 ഷീറ്റ് പോലത്തെ ഒരു പേപ്പർ എടുത്തു. A4 ഷീറ്റ് അല്ല, ജസ്റ്റ് ഒരു നമ്മുടെ പ്രിൻ്റ് ലൈക്ക് വേറൊരു പേപ്പറാണ്. A4 ഷീറ്റ് അല്ല, A3 അങ്ങനെ ഒരു പേപ്പർ ഉണ്ടല്ലോ, ആ ഒരു പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ ഒരു ചാപ്റ്ററിൽ ഷോർട്ട് നോട്ടാക്കിയിട്ട് എഴുതും. എനിക്ക് പഠിക്കുമ്പോൾ നോട്ട് എഴുതാൻ കേട്ടോ. അതെനിക്ക് എൻ്റെ ഒരു ഇതിൽ എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്കിങ്ങനെ തിയറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് എഴുതണം. അപ്പോൾ അങ്ങനെ ഞാൻ എഴുതിയിട്ടാണ് പഠിക്കാറുള്ളത്. പിന്നെ ഒരു വട്ടം ഞാൻ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ എൻ്റെ കയ്യിലുള്ള ഡിജിറ്റൽ സ്ലേറ്റിൽ എഴുതി പഠിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഹൈലൈറ്റർ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നുകൂടി എഫക്റ്റീവായിട്ട് റിവൈസ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുഞ്ഞ് ഷോർട്ട് നോട്ടാക്കിയിട്ടാണ് എഴുതുക, കുഞ്ഞ് പോയിൻറ്റ്സ് ആക്കിയിട്ടാണ് എഴുതാറുള്ളത്. അങ്ങനെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് വിശന്നു കേട്ടോ. ഹോസ്റ്റലിൽ നിന്നെന്തോ അവിയലെന്തോ ആയിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്രൗൺ ബ്രെഡും അതേപോലെ തന്നെ പീനട്ട് ബട്ടർ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ അതിന് ശേഷം ട്യൂഷൻ എടുത്തു. പിന്നെ ഒരു ഓറിയോ ബിസ്ക്കറ്റും കഴിച്ചിട്ട് ജസ്റ്റ് ഒരു ഈവനിങ് വാക്കിന് പോയിട്ടോ. പിന്നെ വൈകുന്നേരം ഒരു 7 മണി മുതൽ 9:10 വരെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ആ ഒരു ചാപ്റ്ററിൻ്റെ 1/3 പോലും എനിക്ക് തീർക്കാൻ പറ്റിയിട്ടില്ല. അത്രയും വലിയ ചാപ്റ്റർ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ നമുക്കത് പഠിച്ച് മനസ്സിലാക്കി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ച് നേരം പഠിച്ച് ഞാൻ റിലാക്സ് ആയിട്ടാണ് പഠിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും സ്ലോ ആയിട്ട് പോയത്. പിന്നെ അടുത്ത ക്ലാസ്സിന് പോകുമ്പോൾ അസൈൻമെൻറ്റ് എഴുതാനുണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ അസൈൻമെൻറ്റ് വെച്ചത് തെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് റീറൈറ്റിംഗ് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.